പ്രണയം മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയും ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ ആഴ്ചയിലെ അതിഥി മലയാളികൾ എക്കാലത്ത് ഓർക്കുന്നൊരു വലിയ കലാകുടുംബത്തിലെ ഒരംഗം തന്നെയാണ് പ്രശസ്ത അഭിനേത്രി ശ്രീമതി ശോഭ മോഹൻ. നമസ്തേ ചേച്ചി. നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം. കുറേ അധ്യായങ്ങളിലായിട്ട് നമ്മൾ ഒത്തിരി പേരുമായിട്ട് ഇങ്ങനെ സംവദിച്ചപ്പോൾ ഇങ്ങനെ ചേച്ചിയിലെത്തി നിൽക്കുകയാണ്. ശരിക്കും ചേച്ചിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ മോഹൻ ചേട്ടനെ കാണുന്നതും ലൈഫിലേക്ക് വരുന്നതൊക്കെ അത് പറയൂ. എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ നേരത്തെ ഒരു റിലേഷനുണ്ട്, ഞാനും ചേട്ടൻ്റെ ഫാമിലിയും തമ്മിൽ. പക്ഷേ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛനുമായിട്ടൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു ചേട്ടൻ്റെ അച്ഛനും. അങ്ങനെ അമ്മയുടെ കുടുംബവും ചേട്ടൻ്റെ അമ്മയുടെ കുടുംബവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്നിട്ടും ചേട്ടനെ ഞാനുമായിട്ട് തമ്മിൽ കണ്ടിട്ടില്ല. ചേട്ടൻ നമ്മുടെ വീട്ടിൽ വരാൻ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ KPSൽ അഭിനയിക്കുമ്പോൾ ചേട്ടൻ ഇവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേ ചേട്ടൻ ഇവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ചെന്ന ആദ്യത്തെ ദിവസം അപ്പം നാടകത്തിലെ ഹീറോ വരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാനപ്പോൾ ലേഡീസിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ബുള്ളറ്റിൽ വന്നിറങ്ങി. ആദ്യം ഞാൻ ചേട്ടനെ കാണുന്ന ലുക്ക് അതാ. ബുള്ളറ്റിൽ ഇങ്ങനൊരു എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു വൈറ്റിനകത്ത് റെഡ് ലൈനുള്ള ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മുറുക്കി ചുമന്ന ആ ഒരു ബുള്ളറ്റിൽ വന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഹീറോ വരാൻ വേണ്ടിയിട്ട്. നമ്മളെന്തോ നാടകത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല. അപ്പോൾ ഞാനപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് അതിനകത്ത് ജോയിൻ ചെയ്യുമായിരുന്നു KPSൽ. അപ്പോൾ തലേന്ന് തന്നെ തോപ്പിൽ ഭാസ്യം വിളിച്ച് ക്യാരക്ടറും ഒക്കെ പറഞ്ഞു തന്ന് അങ്ങനെ എന്നിട്ട് പിറ്റേന്ന് സ്റ്റേജിൽ കളിക്കുമ്പോൾ അപ്പോൾ ഹീറോയും ഞാനുമായിട്ടൊന്ന് അഭിനയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴാദ്യം ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് ജനലേ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹീറോയിനെ കണ്ടു, അത്രയേ ഉള്ളൂ. അങ്ങനെ അന്ന് നാടകം സ്റ്റേജിൽ ചെന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകമായിരുന്നു. അതിനകത്ത് സുമ ഞാനും ചേട്ടൻ ഗോപാലനുമായിരുന്നു അതിനകത്ത്. അപ്പോൾ അതിൻ്റെ പൊന്നരിവാൾ അമ്പിളി എന്നുള്ള ആ പാട്ടും അങ്ങനെ. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് നാടക സ്ഥലത്ത് ചെന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആദ്യം സ്റ്റേജ് ചെയ്യുന്നു. അങ്ങനെ 1-2 നാടകം കഴിഞ്ഞു. എന്നിട്ട് തിരുവല്ല ഒരു പള്ളി നാടകമുണ്ട് നമുക്ക്. അങ്ങനെ ഒരു നാടകത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇപ്പം ആണുങ്ങളൊക്കെ പുറത്തിറങ്ങി, ഞങ്ങൾ ലേഡീസെല്ലാം ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നിറങ്ങി വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഇറങ്ങിച്ചെന്നിട്ട് എന്നോട് ചോദിച്ചു, പെട്ടെന്ന് എന്നോട് ചോദിച്ചു ആദ്യത്തെ ചെയ്ത എൻഗേജ്മെൻറ്റ് വല്ലതും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടല്ല ശരാ എന്താ വിളിച്ചത് എന്നാൽ നമുക്കൊരു ദേഷ്യം തോന്നിയില്ല. അതെന്തോ ഒരു സാധാരണ അങ്ങനെ ഒരാൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു റിയാക്ട് ചെയ്യാൻ തോന്നും. അപ്പോൾ അതൊന്നും വേണ്ടില്ല. അല്ല, എനിക്ക് ഇതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അത് എൻഗേജ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല, ശരി പോയിരുന്നോളാൻ പറഞ്ഞു, നേരെ ഡയറക്റ്റായിട്ട്. എന്നാൽ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം തോന്നിയതുമില്ല എന്താ. അപ്പോൾ എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പോയിരിക്കുകയും ചെയ്തു. പിന്നെ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചേട്ടൻ ഞാൻ തോപ്പിൽ ഭാസ്യമാവനോട് പറഞ്ഞ് തിക്കുറിശ്ശിമാവന്, തോപ്പിൽ ഭാസ്യമാവന്, ചേട്ടൻ്റെ അനിയൻ, അമ്മ, അച്ഛൻ ഇവരെല്ലാം കൂടെയാണ് അച്ഛനുമായിട്ട് വന്ന് കല്യാണം ആലോചിക്കുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഒരു ലുക്കിൽ തന്നെ നമുക്ക് എന്തോ മാനസികമായിട്ടൊരു അടുപ്പം തോന്നി. എന്നായിരുന്നു വിവാഹം? ഏത് വർഷം? എൻ്റെ 84 നവംബർ 5-നായിരുന്നു
അപ്പോൾ എത്ര വർഷമാണ് ചേച്ചി ഒരു ജീവിതം ഇതുവരെയുള്ള അദ്ദേഹത്തോടൊപ്പം പിരിയുന്നവരെ എത്ര വർഷത്തെയായിരുന്നു? 27 വർഷം. 27 വർഷത്തെ ജീവിതം. അത് ഏറ്റവും ചെറിയ സമയമാണെന്ന് എനിക്ക് തോന്നിപ്പോകുക. വെച്ചാൽ അതുപോലെ ആയിരുന്നു. ഒരു ദിവസം പോലും ഈ 27 വർഷത്തിൽ ഞാൻ പ്രസവിച്ച് കിടന്ന ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലൊന്ന് അകന്നിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 27 വർഷത്തിലെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഓർത്തെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ പ്രണയത്തിൽ നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു പോയി. എനിക്കറിയാം പഠിക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം കോളേജിൽ വളരെ ഹീറോ തന്നെയായിരുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ, അതാണല്ലോ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളായിരുന്നു. വീട്ടിൽ വരില്ല, ലോകത്ത് മൊത്തം കറങ്ങി നടക്കുന്ന, ചുറ്റിയടിച്ച് നടക്കുന്ന, അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഒരു വർഷം എങ്ങോട്ടും പോയില്ല ചേട്ടൻ. വീട്ടിൽ തന്നെ നമ്മളൊരു നാടകത്തിനോ, അന്ന് എൻ്റെ കല്യാണം കഴിച്ച സമയത്ത് നാടക നടനായിട്ട് സിനിമയിൽ പോയിട്ട് തിരിച്ച് നാടകത്തിൽ വന്ന ആളാണ്. അപ്പോൾ സിനിമയിൽ അത്ര സക്സസ് ആയില്ല, പല ബുദ്ധിമുട്ടുകളും. ചേട്ടന് പിന്നെ അങ്ങനെ ഒരു മൈൻഡാണ്, നമ്മൾ ഒരാളെ ഒന്ന് താഴ്ത്തി കെട്ടി അങ്ങനെ പോലെ സിൻസിയർ ആള്. അതിൻ്റെ ഒരു ദോഷം ചേട്ടനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ നാടകത്തിൽ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വർഷം നാടകത്തിന് പോലും പോവാതെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൈഫ് ചേട്ടൻ പഠിച്ചെടുക്കുമായിരുന്നു എന്നോട് പറയും. അങ്ങനെ ഇരുന്നിട്ടില്ല പുള്ളി വീട്ടിൽ, അങ്ങനെയുള്ള ഒരു പിടിച്ചേട്ടി ഇരുന്നിട്ട് സ്വഭാവമേ അല്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു വർഷം ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ സ്വന്തം ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ അത്രയും ലൈഫിന് വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ നിലകളിൽ തന്നെ അദ്ദേഹം അതേപോലെ തന്നെ ഒരുപാട് തീർച്ചയായും നമ്മുടെ അതാണല്ലോ ലൈഫ്. ശരിക്കും എല്ലാവരും പറയും പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാലത്തുള്ളതല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകും. ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അവരിൽ ചേച്ചിയുടെ കാഴ്ചപ്പാടില്ല, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സിലൊക്കെ പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട്, പല വിവാഹം കഴിക്കുന്നുണ്ട്. ശരിക്കും അത് റിയൽ പ്രണയമാണോ എന്നൊരു സംശയം തന്നെ നമുക്ക് തോന്നാറുണ്ട്. പറയുന്നുണ്ട് എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത്. ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരാളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം എങ്ങനെ ആയിരിക്കണം എന്നാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടല്ലേ? നമ്മളിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പ്രണയം എന്നൊരു ചിന്തയില്ലായിരുന്നു. അന്ന് ചേട്ടൻ ആ നിമിഷം മുതൽ എന്നെ പ്രണയിച്ചു തുടങ്ങിക്കാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഏതോ ഒരു ദിവസം ചേട്ടൻ ഏതോ ഒരു യാത്രയിൽ കൊട്ടാരക്കര എവിടോ വെച്ച് എന്നെ കണ്ടു എന്ന് പോലും. അപ്പം ഞാൻ എന്തോ ഒന്നും അറിയില്ല പുള്ളിക്ക്. അപ്പോൾ ഏതോ ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ കണ്ടു. അന്ന് ചേട്ടൻ്റെ മനസ്സിൽ എന്തോ തോന്നിയതാണ്, ഇവളെൻ്റെ ഭാര്യയാണെന്ന് അന്ന് ചേട്ടന് തോന്നി. പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള സംഭവം പിന്നെ അതങ്ങ് വിട്ടു. അപ്പോൾ അന്ന് ആ ഒരു സ്പോട്ടിൽ ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇവളായിരിക്കും എൻ്റെ ജീവിതത്തിൽ വരുന്നത്. എന്നിട്ട് ചേട്ടൻ അതങ്ങ് വിട്ടു. പിന്നെ ഞാൻ എന്തുവാന്നും അറിയില്ല, എങ്ങനെ അറിയില്ല. അപ്പോൾ കോളേജിൽ ഫാത്തിമ കോളേജിലാണ് ചേട്ടൻ പഠിച്ചത്. അപ്പോൾ അച്ഛനെ അവിടുത്തെ ഫംഗ്ഷന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, വരാൻ വേണ്ടിയിട്ട് എന്തോ ഇറങ്ങാൻ നേരത്തും ചേട്ടന് വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പകരം ആളിനെ വിട്ടാണ് അച്ഛനെ വിളിപ്പിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണാനൊരു ഇടയിൽ വന്നിട്ടില്ല. അങ്ങനെ KPC ചെത്തുമ്പോഴാണ് അപ്പോൾ പെട്ടെന്ന് ചേട്ടന് സ്ട്രൈക്ക് ചെയ്തു, അന്ന് ഞാൻ കണ്ട കുട്ടിയാണല്ലോ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വന്നൊരു സംഭവം. അപ്പം അത് കല്യാണം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കൂടുതലും ഞാൻ ചിന്തിക്കുന്നത് ഒരു വിധിയാണ് അല്ലേ, അതൊക്കെ ഈശ്വര നിശ്ചയമാണെന്ന്. ചേച്ചി കുറച്ച് മുമ്പ് പറഞ്ഞാൽ 27 വർഷം ചെറിയ സ്പാൻ. നമുക്ക് സ്നേഹമുള്ളിടത്ത് അങ്ങനെ ഒരു കാര്യം തോന്നിയേക്കാം. പക്ഷേ നമുക്ക് എത്ര ആൾക്കാരുണ്ട് ലൈഫിൽ 5 വർഷമോ 10 വർഷമൊക്കെ തന്നെ അങ്ങനെ വെച്ച് നോക്കും. നമുക്ക് നമ്മുടെ ഒരു വലിയൊരു തലമുറ കുട്ടികളൊക്കെ വന്ന് അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിയാണ്. ഞാൻ എന്നെ അങ്ങനൊരു ദുഃഖം എനിക്ക് ഈശ്വരൻ ചേട്ടൻ്റെ ഭാഗത്തുനിന്നായാലും മക്കളൊക്കെ ഇതായി, ഇനിയിപ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അതൊക്കെ ഓർക്കുമ്പം അതിലൊന്നും എനിക്കൊരു, പക്ഷേ ഈ ആളില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും ആ സങ്കടം അതോർത്താൽ വല്ലാത്തൊരു